വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാലമല്ലേ, അതുകൊണ്ട് നമുക്ക് പല്ലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ടൂത്ത് ബ്രഷ്. ഇത് വെറും ടൂത്ത് ബ്രഷ് അല്ല, അഗാരോൻ്റെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് കേട്ടോ. സംഭവം വെറുതെ അടിപൊളി സാധനമാണ്, നമ്മുടെ പല്ലൊക്കെ അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് തരുവേ. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പഴയ ടൂത്ത് ബ്രഷിലോട്ട് ഒരിക്കലും പോകത്തില്ല. സംഭവം അത്രയ്ക്ക് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്തപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, കയ്യിൽ കിട്ടുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്ത് അവസ്ഥയിലാകും എന്നറിയില്ല. പിന്നെ ഇതിന് 1 ഇയർ വാറൻറ്റി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് 1000 അടുത്തായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങിച്ച സമയത്ത് 546 രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. ഇപ്പോൾ ഓഫറുണ്ട്, ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇത് റീചാർജ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും നോക്കിയൊന്നുമില്ല, നമ്മുടെ ഒരു കഴി വെച്ചിട്ട് നമ്മളത് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ യൂസർ മാനുവലൊക്കെ ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വൈബ്രേറ്ററാണ്. ഇതിനുള്ളിലേക്കാണ് നമ്മൾ ബ്രഷ് വെച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അതിൻ്റെ ബട്ടൺ. അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴെയായിട്ട് 3 ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈ ഇൻറ്റൻസിറ്റിയിലും ലോ ഇൻറ്റൻസിറ്റിയിലും മീഡിയം ഇൻറ്റൻസിറ്റിയിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ആ 3 ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പവർ കൂടിയും കുറഞ്ഞിട്ടും ഒക്കെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പല്ല് അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹൈ ഇൻറ്റൻസിറ്റിയിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ കിട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പല്ല് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മസാജർ. ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് മസാജറാണ്. പിന്നെ ബാക്കി 3 ബ്രഷാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ലോക്ക് പോലെയുണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സെക്യൂറായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന ബട്ടൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അവിടെ ലൈറ്റ് തെളിയുന്നത് കാണാം. താഴെയായിട്ട് 3 ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ അത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാനത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്, കണ്ടോ? റിംഗ് ലൈറ്റിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല. ഞാൻ ചരിക്കുമ്പോൾ നോക്കിക്കോ, അവിടെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ താഴെ. അപ്പോൾ അങ്ങനെ ലൈറ്റ് തെളിയുമ്പോൾ അത് ആദ്യത്തേതെന്ന് പറയുമ്പോൾ ലോ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ലോ ഇൻറ്റൻസിറ്റിയാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിലായിട്ട് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് പല്ല് തേക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ലോ ഇൻറ്റൻസിറ്റിയിലിട്ട് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മീഡിയം ഇൻറ്റൻസിറ്റി ആവും. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ആവും. അങ്ങനെ 3 ലൈറ്റാണ് താഴെ ഉണ്ടായിരുന്നത്. അത് റിംഗ് ലൈറ്റ് കാരണം കാണുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ചരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലൈറ്റ് തെളിയുന്നതാണ്. ഇപ്പോൾ ഏറ്റവും താഴത്തെ ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ 6 ക്ലീനിങ് മോഡ്സാണ് കേട്ടോ വരുന്നത്. അതിൽ 3 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ഇൻറ്റൻസിറ്റി, മീഡിയം ഇൻറ്റൻസിറ്റി, ലോ ഇൻറ്റൻസിറ്റി. അതേപോലെ തന്നെ പിന്നെ 3 കൂടെ വരുന്നുണ്ട്, സെൻസിറ്റീവ് കെയർ, ഗം കെയർ, ഡീപ്പ് കെയർ. അപ്പോൾ ഈ 6 മോഡ്സിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. അത്യാവശ്യം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ തന്നെയാണ് ഇത്. ഞാൻ റിവ്യൂ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അഡാപ്റ്റർ ഉണ്ടാകത്തില്ല, കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ആ ഒരു വൈബ്രേറ്ററിന് താഴെയായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെയായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ഹോളിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈസി ആയിട്ട് തന്നെ റീചാർജ് ചെയ്യാൻ കേട്ടോ. ഇത് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ദിവസം വരെയൊക്കെ നിൽക്കുന്നതാണേ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കമൻറ്റ്സിൽ തന്നെ റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.